പ്രാർത്ഥനയിലൂടെ പ്രകാശം കണ്ടെത്തിയ പെൺകുട്ടി. ഒരു ചെറിയ ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൻ്റെ നിഴലിൽ വളർന്ന മീര എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. പഠനത്തിൽ അവൾ മിടുക്കിയുമല്ല. അവൾ ഒരു ശരാശരി വിദ്യാർത്ഥിനി മാത്രമായിരുന്നു. ക്ലാസ്സിൽ എന്നും മുന്നിൽ നിൽക്കുന്ന കുട്ടികളിൽ ഒരാളാകാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അധ്യാപകർ പലപ്പോഴും അവളെ ശ്രദ്ധിക്കാതെയായി. പഴയ വസ്ത്രങ്ങൾ, കാലിയായ ബാഗ്, നിറമില്ലാത്ത സ്വപ്നങ്ങൾ, അതായിരുന്നു അവളുടെ ജീവിതം. മീരയുടെ ബാല്യം ദാരിദ്ര്യത്തിൻ്റെ കനത്ത നിഴലിലായിരുന്നു. ചോർന്ന കുടിലിൽ താമസം, ദിവസവും മതിയായ ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ, പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ല. രാത്രികളിൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ണു നിറഞ്ഞ് പാഠങ്ങൾ വായിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന ചിന്ത മീരയുടെ മനസ്സിൽ പതിയെ വേരൂന്നി. അവൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു, സ്വപ്നങ്ങളില്ലായിരുന്നു. ഞാൻ ആരുമാവില്ല. ഈ വാക്കുകൾ പലപ്പോഴും അവളുടെ മനസ്സിൽ മുഴങ്ങുമായിരുന്നു. ഒരു ദിവസം സ്കൂളിലേക്കുള്ള വഴിയിൽ അവൾ ഡാനിയേൽ എന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അവൻ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു. അവളുടെ വിഷമങ്ങൾ കേട്ടു. മറ്റുള്ളവർ പോലെ അവളെ അവഗണിച്ചില്ല. ഒരു ദിവസം അവൻ ചോദിച്ചു, മീര, നീ ഒരിക്കലെങ്കിലും യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവൾ അമ്പരന്നു. എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ല, പ്രാർത്ഥന കൊണ്ട് എന്ത് മാറും? അവൻ പുഞ്ചിരിച്ചു പറഞ്ഞു, യേശു പ്രതീക്ഷയില്ലാത്തിടത്താണ് പ്രവർത്തിക്കുന്നത്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ആ ദിവസം മുതൽ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. വലിയ വാക്കുകളൊന്നുമില്ലായിരുന്നു. യേശുവേ, എനിക്ക് ബുദ്ധിയും ശക്തിയും തരണമേ, അത്രമാത്രം. ദിവസങ്ങൾ കഴിഞ്ഞു. അവൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൂടിത്തുടങ്ങി. മുമ്പ് മനസ്സിലാകാതിരുന്ന പാഠങ്ങൾ പതിയെ വ്യക്തമാകാൻ തുടങ്ങി. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാൻ അവൾക്ക് ധൈര്യം ലഭിച്ചു. ദാരിദ്ര്യം മാറിയില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷ ജനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. മീര പഠനത്തിൽ മികച്ച വിജയം നേടി. അവൾ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരാളായി. കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായി. ദരിദ്ര കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്നവളായി അവൾ മാറി. ഒരു ദിവസം അവൾ പറഞ്ഞു, കഴിവുകൊണ്ടല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറിയത്. അന്ന് പ്രതീക്ഷയില്ലാതെ കണ്ണു നിറഞ്ഞിരുന്ന ആ ശരാശരി വിദ്യാർത്ഥിനി ഇന്ന് പലർക്കും പ്രതീക്ഷയായിരിക്കുന്നു. കാരണം അവൾ യേശുവിൽ വിശ്വസിച്ചു. അവളുടെ ദുർബലതയെ ശക്തിയാക്കി മാറ്റിയ ദൈവത്തിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.